എടുക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഈ ഒരു ഫീൽഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഫീൽഡാണ്. അത് മെയിൻലി എന്താണ്, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഫീൽഡിൽ എങ്ങനെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് വിത്ത് മിനിമം ഡിഫക്റ്റീവ്, എങ്ങനെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിത്ത് മിനിമം ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് എങ്ങനെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനെ പറ്റിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പറയുന്നത്. നോക്കാം. ഇൻട്രൊഡക്ഷൻ. Everyone is interested in buying good quality products at reasonable prices. എല്ലാവരും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് മിനിമം പ്രൈസിൽ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? The demand for quality product is always growing and products of inferior quality are thrown out of the market mercilessly. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിനാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത്. ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമോ? എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടണം എന്നാണ്. If a company produces good quality products, it automatically builds a goodwill among the customers, and even when a new product is injured, people prefer to buy it because of the performance of the company in producing the earlier product. ഒരു കമ്പനി നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സ് വാങ്ങുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവരുടെ മനസ്സിൽ ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് ഒരു ഗുഡ് വിൽ ഉണ്ടാവും, അല്ലേ? അപ്പം ആ കമ്പനി ഇനിയൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് അത് പിന്നീട് വാങ്ങാൻ ശ്രമിക്കും. ഇങ്ങനെയാണ് ഓരോ കമ്പനീസും അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള കമ്പനീസ് എപ്പോഴും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും ചിന്തിക്കുക. Hence, in the present world of stiff competition, it's absolutely necessary to keep the standards of quality at a very high order, continuously and consistently. അപ്പം ഇന്നത്തെ ഒരു വേൾഡില് നമ്മളെപ്പോഴും ആ ടൈപ്പ് ഓഫ് വലിയ വലിയ കമ്പനീസ് ഒക്കെ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ അവരുടെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം, ആ ഒരു ക്വാളിറ്റി എങ്ങനെ നിലനിർത്താം എന്നതിനെ പറ്റിയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. With the development in theory of statistics and sampling methods, there are a number of statistical devices which are helpful in maintaining and improving the quality of the products produced, and this process is known as statistical quality control. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫീൽഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അതുപോലെ ഇംപ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള സ്റ്റഡീനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ? The development in theory of statistics and sampling methods, there are a number of statistical devices which are helpful in maintaining and improving the quality of the products produced, and this process is known as statistical quality control. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും നോക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഡക്ഷൻ മേഖലയിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പറയുന്നത്. SQC, നമ്മൾ ഇതിനെ ഷോർട്ട് ആയിട്ട് SQC എന്നാണ് പറയാം. SQC has its sound foundation in the theory of sampling and in probability distributions and test of significance. അപ്പം ഇവിടെ ഇതിലുള്ള ടൂൾസ് ഒക്കെ ഏതൊക്കെയാണ്? ഒന്ന് സാമ്പിളിംഗ് ഉണ്ട്. സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. അതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലതരം ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചിട്ടുണ്ട്, ബൈനോമിയൽ, പോയിസോൺ, നോർമൽ. അപ്പൊ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചു, അല്ലെ? ഒരു റിജക്ഷൻ എങ്ങനെയാണ്, ഒരു ഹൈപ്പോത്തസിസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിജക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇൻ അപ്ലൈയിങ് SQC, the number of rejections are minimized, the cost of production reduced, and good quality products are assured even before the products are produced by the industry. അപ്പൊ നമ്മൾ SQC കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? SQC the number of rejections എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കുറെ മാസ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അതിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് വരാം, നോൺ ഡിഫക്റ്റീവ് ഐറ്റംസ് വരാം. ഈ ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ എണ്ണം കുറച്ചു, അല്ലെ? ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ എണ്ണം കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഇതിലേക്ക് എത്താന്നുള്ളതാണ് മീനിങ് ചെയ്യുന്നത്, അല്ലെ?
കുറെ ഡിഫക്റ്റീവ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ലാഭത്തിലായി അവരുടെ ലാഭം ഉണ്ടാവും, ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല അവരുടെ കമ്പനിക്ക്. സോ അപ്പൊ നമ്മൾ ഈ SQC യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റിജക്ഷൻസിന്റെ എണ്ണം കുറച്ചു എന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ എണ്ണം കുറച്ചു. രണ്ടാമത്തെ എന്താ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ്ഡ്. നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു എമൗണ്ട് വേണം, ഒരു കോസ്റ്റ് വേണം. ആ കോസ്റ്റ് കുറച്ചു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്തു. ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആർ അഷ്യൂർഡ്. അപ്പം ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന്റെ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടൊരു ഒരു ഉറപ്പ് പറയാൻ പറ്റണം. അതൊക്കെയാണ് SQC കൊണ്ട് നടന്നിട്ടുള്ളത്. ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദ ടേം ക്വാളിറ്റി എന്താണ് നോക്കാം. ദ ടേം ക്വാളിറ്റി ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ഡസ് നോട്ട് ഓൾവേസ് മീൻ the highest standard of manufacture, but it refers to the good quality item which conforms to the standard specified for measurement. ഒരു ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ എന്താണ് അത് നോക്കിയിട്ടല്ല നമ്മളൊരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി പറയാം. ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ കസ്റ്റമറിന് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആണോ വാങ്ങുന്നത് ആ പ്രോഡക്റ്റ് കൊണ്ട് ആ കസ്റ്റമറിനെ ആ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് വാങ്ങുന്നത് അതൊരു കറക്റ്റ്ലി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് അത് ഉപയോഗം ഇല്ലെങ്കിൽ പിന്നെ അതിന് നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, നമ്മൾ കുറെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആയിക്കൊണ്ട് നല്ല കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ മാത്രമല്ല നമ്മൾ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് യൂസിനാണോ ആ യൂസിനത് നമുക്ക് ആ യൂസ് അത് ഫംഗ്ഷൻ ചെയ്തിരിക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. In many cases, the standard specified or required is below the highest possible standard. In fact, we expect consistency in quality standards rather than the absolute standard which is maintained. In industry, quality means the best for certain customer condition. The important factors of customer conditions are അപ്പം പിന്നെ എന്താണ്, കസ്റ്റമർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ നമ്മൾക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയാം. കസ്റ്റമർ എന്തിനു വേണ്ടിയിട്ടാണോ അത് വാങ്ങുന്നത് അപ്പം അതൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പൊ കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ആക്ച്വൽ എൻഡ് യൂസ്. ഒന്നാമത്തെ എന്താണ്, ദ ആക്ച്വൽ എൻഡ് യൂസ്. നമുക്ക് എത്രത്തോളം കാലം വരെ ഒരു കസ്റ്റമർ നമ്മളൊരു സാധനം വാങ്ങാൻ പോവാണെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാതായിരിക്കും അല്ലെ, എത്ര കാലം അത് നിൽക്കുന്നു നോക്കും. ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അതാണ് ചെക്ക് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ എന്താണ്, ദ കോസ്റ്റ് എക്കണോമിക്കൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുക എന്താണ്, പ്രൈസ് ആണ് അല്ലെ. ആദ്യം നമ്മൾ നോക്കുന്നത് അത് എത്ര കാലം ഉണ്ടാവുന്നു, എത്ര കാലാവധി നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തത് അതിന്റെ പ്രൈസ്. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. In industry, these conditions have a direct bearing within the plant in factors such as the specification of dimensions and of operating characteristics, the engineering and manufacturing cost, the production conditions under which the article is manufactured, and finally reduction in wastes and rejections. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലാണെങ്കിൽ ഈ ഒരു എന്താണ് മെത്തേഡിലൂടെയാണ്, ഈ ഒരു മെത്തേഡ്സ് ഒക്കെയാണ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. The achievement of all these factors are only theoretical. അപ്പം ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു വരികയാണെങ്കിൽ അതൊരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പറയാം. പക്ഷേ എല്ലാ ഘട്ടത്തിലും ഈ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു വന്ന ഒരു ഐഡിയൽ പ്രോഡക്റ്റ് ആവണമെന്നൊന്നും ഇല്ല. There are certain tolerance limits to which the product should conform, and if the product fall under these limits, we feel that quality is achieved. എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ പ്രോഡക്റ്റ് എപ്പോഴും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കും, എന്ന് വെച്ചാൽ ഒരു ഇന്റർവെല്ലായിരിക്കും ഈ പ്രൊഡക്ഷൻ നടക്കുക. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. The statistical quality control is a statistical method for determining the extent to which quality goals are being met without necessarily checking every item produced, and for indicating whether or not the variations which occur are exceeding the normal expectation of SQC. അപ്പം SQC യൂസ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം മാക്സിമം എത്രത്തോളം നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോ വലിയ മാസ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുവാണെങ്കിൽ നമുക്ക് ഓരോ പ്രോഡക്റ്റും എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ട്
അത് ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെയും എന്താണ് എടുത്ത് ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു മാസ് പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് ഡിഫക്റ്റീവ് ഐറ്റംസിനെ കുറച്ചുകൊണ്ട് എന്താണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പറയുന്നത്. Here we mention some terminologies related to quality variation. നമുക്ക് കുറച്ച് ടേംസ് പറയാം. ഇപ്പൊ ഇത്രയും പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ക്വാളിറ്റി, എന്താണ് ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രൊഡക്ഷൻ മേഖലയിൽ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ഈ ഒരു എന്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, എങ്ങനെ ഈ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ പ്രോഡക്റ്റ് ഒരു ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കും ഇതിന്റെ ക്വാളിറ്റി വരിക. ആ ലിമിറ്റിന് പുറത്ത് കിടക്കുവാണെങ്കിൽ അതിന് ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറയും. ഈ ലിമിറ്റിന്റെ ഉള്ളിൽ വരുവാണെങ്കിൽ അതൊരു നോൺ ഡിഫക്റ്റീവ് ഐറ്റം ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ ലിമിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അപ്പൊ അതിനുള്ള ടേംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ്. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ എനി ബയർ ടു എക്സ്പെക്ട് ദ പ്രോഡക്റ്റ് ടു ബി അറ്റ് എ പർട്ടിക്കുലർ സൈസ്, ക്വാളിറ്റി എക്സെട്ര. അപ്പം നമ്മളൊരു സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിനൊരു ഡയമെൻഷൻ ഉണ്ടാവും അല്ലെ. ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്നൊരു ഇതുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ദ കാർപ്പന്റർ മേ ഫൈൻഡ് സ്ക്രൂസ് ഓഫ് ലെങ്ത് 50 mm most appropriate for a particular work. If he wants screws of length 50 mm alone, he may buy accordingly. Or he may find that screws of length between 49 mm and 51 mm are useful for the work and so is prepared to accept such of them. In the latter case, the lower and the upper specification limits are 49 mm and 51 mm. ഒരു കാർപ്പന്റർ ഒരു സ്ക്രൂ വാങ്ങാൻ പോവുകയാണെങ്കിൽ അയാൾക്ക് 50 mm സ്ക്രൂ ആണ് വേണ്ടതെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ ജോലിക്ക് ആ 50 mm ആണ് വേണ്ടെങ്കിൽ അയാൾ അത് തന്നെ വാങ്ങും. പകരം ആ 50 mm പകരം ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുക, ഇത് 49 mm അല്ലെങ്കിൽ 51 mm ആവുകയാണെങ്കിൽ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് ആ ഡയമെൻഷൻ അയാൾക്കും അത് മതിയെങ്കിൽ ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ 2 ലിമിറ്റ് ഉണ്ട് അല്ലെ, ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ എന്താണോ നമ്മൾ ഏത് ഡയമെൻഷനാണോ വാങ്ങാൻ പോകുന്നത് അതിന്റെ ഒരു ഇന്റർവെല്ലിലുള്ള ഡയമെൻഷൻ നമുക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ ആ ഒരു ഇന്റർവെല്ലിലെ ലിമിറ്റ്സിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. Specification limits are stipulated by the buyers. The buyers are expected to accept those items which fall within the specification limits. ചിലപ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ ആ പോയിന്റ് തന്നെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ വരുന്ന ഡയമെൻഷനിലുള്ള ഏതായാലും നമുക്ക് മതിയാവും. The size and the quality of the products depends on numerous factors such as raw material, the processing machinery, the personnel involved, etc. അപ്പം ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഓർ സൈസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ആ പ്രോഡക്റ്റ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ആ പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈ ക്വാളിറ്റി റോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ദ പ്രോസസിംഗ് മെഷീനറി, അതുപോലെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻസ്, അപ്പൊ അതിന്റെ ക്വാളിറ്റി ഹൈ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്വാളിറ്റിയോട് കൂടിയുള്ളത് ഉണ്ടാകും. അതുപോലെ പേഴ്സണൽ ഇൻവോൾവ്, ഇത് ഉണ്ടാക്കുന്ന ആളുടെ അയാളുടെ ഒരു കപ്പാസിറ്റി. അപ്പം ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾദോ ദ മാനേജ്മെന്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്രൊഡ്യൂസിംഗ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ എ ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് സ്മോൾ സൈസ് ഓഫ് സെയിം സൈസ് ആൻഡ് ക്വാളിറ്റി, ദ പ്രോഡക്റ്റ് മേ ഹാവ് വേരിയേഷൻ സ്മോൾ ഓർ ബിഗ്. അതുപോലെ നമ്മൾ ഒരേ കണ്ടീഷനിലാണ് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരേ ഐഡന്റിക്കൽ കണ്ടീഷനിലാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസും കുറവായിരിക്കും. The cause of variation are of two kinds, namely chance cause and assignable cause. അപ്പം ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണ്. വേരിയേഷൻസ് വരാം അല്ലെ, എല്ലാ പ്രോഡക്റ്റും ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാവണമെന്നില്ല, എന്തെങ്കിലും വേരിയേഷൻസ് വരാം. അപ്പൊ ഈ 2 തരത്തിലാണ് വേരിയേഷൻസ് വരുന്നത്. ഒന്നാണ് ചാൻസ് കോസ്, രണ്ടാമത്തെയാണ് അസൈനബിൾ കോസ്. അപ്പൊ എന്താ നോക്കാം, ചാൻസ് കോസും അസൈനബിൾ കോസും എന്താ നോക്കാം. ചാൻസ് കോസ്. Certain variations are random in nature
and are beyond the control of the human beings. Those variations may be reduced but cannot be eliminated. അപ്പൊ ചാൻസ് കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചില വേരിയേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നാച്ചുറൽ ആയിട്ട് ആ ഒരു വേരിയേഷൻ നമുക്ക് വരും. അത് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയേഷൻ ആയിരിക്കില്ല. അപ്പം ആ ടൈപ്പ് ഓഫ് വേരിയേഷൻസിനെ ആണ് നമ്മൾ ചാൻസ് കോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ടൈപ്പ് ഓഫ് വേരിയേഷൻസിനെയാണ് ചാൻസ് കോസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ദ കേസ് ഓഫ് 1 foot plastic scale manufactured in a batch by an accredited company or the nylon filament yarn produced on a day in a spinning mill of repute. There is very small variation in the item in spite of the fact that the climate was same throughout. The raw materials was homogeneous, the machine was the same, etc. This kind of variations is called allowable variation. The cause for this kind of variation are called chance causes or non-assignable causes. അതുപോലെ നമ്മൾ ഇങ്ങനത്തെ എന്താണ് മെറ്റൽ പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു എന്താണ് വേരിയേഷൻ സൈസിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാം മൊത്തത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ടൈപ്പ് ഓഫ് എന്താണ് നമുക്ക് മിനിമൈസ് ചെയ്യാം പക്ഷെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് വേരിയേഷൻസിനെയാണ് ചാൻസ് കോസസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ എന്തായിരിക്കും അസൈനബിൾ കോസസ് എന്ന് പറയുന്നത്? അസൈനബിൾ കോസസ് എന്ന് പറയുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാം, ഹ്യൂമൻ ബീങ് നമുക്ക് തന്നെ മിനിമൈസ് ചെയ്തെടുക്കാം, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേരിയേഷൻസിനെയാണ് അസൈനബിൾ കോസസ് എന്ന് പറയുന്നത്. Assignable causes. The cause of certain variations can be identified by taking appropriate steps. The variation can be eliminated if necessary. നമുക്ക് എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ ഈ പ്രോഡക്റ്റിൽ വേരിയേഷൻ ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും അത് എലിമിനേറ്റ് ചെയ്യാനും പറ്റുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് വേരിയേഷൻസിനെയാണ് അസൈനബിൾ വേരിയേഷൻസ് അല്ലെങ്കിൽ അസൈനബിൾ കോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if the cause for the fall in the quality of an output is found to be non-lubrication of machine, the remedial action is taken and the variation is prevented. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് വരുന്നത് ആ പ്രോഡക്റ്റിന്റെ ആ മെഷീന്റെ പ്രശ്നം കൊണ്ടാണ്, മെഷീന്റെ നോൺ ലൂബ്രിക്കേഷൻ കൊണ്ടാണെങ്കിൽ നമുക്ക് മനസ്സിലായെങ്കിൽ മെഷീന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈ ക്വാളിറ്റി നല്ല പുതിയ മെഷീൻ വെച്ചിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ മെഷീനിൽ വരുന്ന പ്രശ്നം, റോ മെറ്റീരിയലിൽ വരുന്ന പ്രശ്നം, അതൊക്കെ നമുക്ക് അതൊക്കെയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് അസൈനബിൾ കോസ് എന്ന് പറയുന്നത്. ദ കൈൻഡ് ഓഫ് വേരിയേഷൻ ഇസ് സെറ്റ് ടു ബി പ്രിവെന്റീവ് വേരിയേഷൻ. അതിന്റെ മറ്റൊരു പേരാണ് പ്രിവെന്റീവ് വേരിയേഷൻ. ദ കോസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് വേരിയേഷൻസ് ആർ കോൾഡ് അസൈനബിൾ കോസസ്. അടുത്തത് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ്. It's known that variation due to chance causes is inherent in the outputs under any scheme of production. As to be seen later, under X bar chart, almost all the variations due to chance causes lie within mu plus or minus 3 sigma limits, and those limits are called natural tolerance limits. The bit 6 sigma is called natural tolerance. നാച്ചുറൽ നമ്മൾ ഇനി പറയും, നമ്മളിനി എക്സ് ബാർ ചാർട്ട്, ആർ ചാർട്ട്, അങ്ങനെ കുറെ ചാർട്ടുകൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ചാർട്ടുകളിൽ നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്ന നമുക്കൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ബാർ കണ്ടുപിടിക്കാം അല്ലെ. എക്സ് ബാർ ആയിരിക്കും മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റിൽ കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കും. ഈ മിഡ് പോയിന്റിന്റെ 3 സിഗ്മ എബോവും 3 സിഗ്മ ബിലോയിലും എന്ത് വരും? ഈ ചാൻസ് കോസ് മൂലം ഉണ്ടായ വേരിയേഷൻസ് മാത്രമാണ്, ചാൻസ് കോസ് മാത്രമാണ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള വേരിയേഷൻ എങ്കിൽ ഈ ഒരു ലിമിറ്റിൽ അത് ഇൻക്ലൂഡ് ആയിരിക്കും. എന്താണ്? mu പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ, mu പ്ലസ് 3 സിഗ്മ എന്ന് പറയുമ്പോൾ മുകളിലോട്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ ചാർട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പം എന്താണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ mu പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ, അതിനെയാണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ആ വിട്ടില്ല, mu പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ എന്ന് പറയുമ്പം mu ഒരു സെൻട്രൽ ആണ്, മ്യൂവിന്റെ എബോ ഒരു 3 സിഗ്മ ഉണ്ട്, ബിലോ ഒരു 3 സിഗ്മ ഉണ്ട്. അപ്പൊ ടോട്ടൽ 6 സിഗ്മ വിട്ട് ഉണ്ട് അല്ലെ. മേലോട്ട് 3, താഴോട്ട് 3, ആഡ് ചെയ്യുമ്പോൾ 6 സിഗ്മ. ഈ ഒരു വിട്ടിനെയാണ് നാച്ചുറൽ ടോളറൻസ് എന്ന് പറയുന്നത്.
ആ ഒരു ലിമിറ്റിനെയാണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. നമ്മൾ ഇനി എടുക്കുമ്പോൾ അത് പറഞ്ഞു കേട്ടോ. If the natural tolerance limit coincided with or lie within the specification limits, all the manufactured items are acceptable to a buyer. അപ്പം എന്താണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റും സ്പെസിഫിക്കേഷൻ ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മൊത്തം നമുക്ക് വാങ്ങാൻ പറ്റും, ആക്സെപ്റ്റബിൾ ആണ് എന്ന് വെച്ചാൽ നോൺ ഡിഫെക്റ്റീവ് ഐറ്റംസ് ആയിരിക്കും. When the natural tolerance limits lie outside the specification limits, those of the manufactured items which lie outside the specification limits are unlikely to be bought by any customer. ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് എന്താണ് സ്പെസിഫിക്കേഷൻ ലിമിറ്റിന്റെയും നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ, when the natural tolerance limit lie outside the specification limits, those of the manufactured items which lie outside the specification limits are unlikely to be bought by. അപ്പം ആ ഒരു ഇന്റർവെല്ലിൽ വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഇതിന്റെ രണ്ടിന്റെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ ലിമിറ്റിന്റെ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിന്റെ ഇടയിൽ വരുന്ന പ്രോഡക്ട്സ് ആക്സെപ്റ്റബിൾ അല്ല. അതിപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. നമ്മൾ ആ ചാർട്ടൊക്കെ പറയുമ്പം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഈസി ആകും. One of the function of quality control is to bring in the necessary changes in the production process to alter the natural tolerance limit so as to coincide with the specification limit. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റും സ്പെസിഫിക്കേഷൻ ലിമിറ്റും കൂടെ കോയിൻസൈഡ് ചെയ്യാൻ ശ്രമിക്കും. വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ എന്തില് ഈ രണ്ട് ലൈനിന്റെ ഇടയിലായിരിക്കും. അപ്പൊ ആ പ്രോഡക്റ്റ് മൊത്തം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ പ്രോസസ് കൺട്രോൾ ആൻഡ് പ്രോഡക്റ്റ് കൺട്രോൾ. എന്താണ് പ്രോസസ് കൺട്രോൾ ആൻഡ് പ്രോഡക്റ്റ് കൺട്രോൾ നോക്കാം. A production process is said to be under statistical control when the manufactured items lie within the natural tolerance limit. അപ്പം പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എല്ലാ ഐറ്റംസും നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ, നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് പറഞ്ഞാൽ μ+3 സിഗ്മയുടെയും μ-3 സിഗ്മയുടെയും ഇടയിലാണ് എല്ലാ പ്രോഡക്റ്റും വരുന്നതെങ്കിൽ അതിനെ പ്രോഡക്റ്റ് പ്രോസസ് എന്ന് പറയും. That is, the assignable cost of variation are absent and the process is governed by the chance cost alone. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എല്ലാ പ്രോഡക്റ്റും നാച്ചുറൽ ടോളറൻസ് ലിമിറ്റിന്റെ ഇടയിൽ വരണമെങ്കിൽ അവിടെ ചാൻസ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെ. അസൈനബിൾ കോസ്റ്റ് ആബ്സെന്റ് ആയിരിക്കണം. The process control is achieved through the technique of control chart. പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ചാർട്ട് നമുക്ക് കുറെ ചാർട്ടുകൾ പഠിക്കും. ആ കൺട്രോൾ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് കൺട്രോൾ ഉണ്ടാക്കുന്നത്. By product control we mean controlling the quality of the product by critical examination at a strategic point, and this is achieved by sampling inspection plans developed by Dodge and Romy. നമുക്കിവിടെ പ്രോസസ് എന്താണ്, പ്രോസസ് കൺട്രോൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മൾ പ്രോഡക്റ്റ് കൺട്രോൾ പഠിക്കുന്നില്ല. പ്രോസസ് കൺട്രോളും ഉണ്ട്, പ്രോഡക്റ്റ് കൺട്രോളും ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ് കൺട്രോൾ ആണ്. പ്രോഡക്റ്റ് കൺട്രോൾ നമുക്ക് പഠിക്കാനില്ല. അപ്പം ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് അടുത്തതാണ്. ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. എ ബയർ draws a sample of a few units from a lot that is to be accepted by him if the number of defective is less. If the number of defective is more, the lot is to be rejected. This technique of sampling, inspection and decision making is called acceptance sampling. അപ്പം ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ചധികം ഒരു കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സ് നമ്മളൊരു കുറച്ചധികം എടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റും ചെക്ക് ചെയ്യും, അത് ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ എന്ന്. അപ്പം ഈ നമ്മളെടുത്ത ആ ഒരു കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ ഒരു 100 പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ 100 പ്രോഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ഓരോന്ന് എടുത്തിട്ട് എക്സാമിൻ ചെയ്യും, ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ എന്ന്. അപ്പൊ ഈ 100 എണ്ണത്തിലും എടുക്കുവാണെങ്കിൽ എന്താണ്, ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ ആ മൊത്തം എന്താണ് പ്രോഡക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് കൂടുകയാണെങ്കിൽ നമ്മൾ ആ മൊത്തം ലോട്ട് റിജക്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്താണ്, എ ബയർ draws a sample of a few units from a lot that is to be accepted by him if the number of defective is less. അപ്പം എന്ത് ചെയ്തു, മൊത്തം പ്രോഡക്റ്റിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ എടുക്കുന്നു, ആ സാമ്പിൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു,
നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് കുറവാണെങ്കിൽ ആ സാമ്പിൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. If the number of defective is more, the lot is to be rejected. Number of defective കൂടുതലാണെങ്കിൽ നമ്മൾ അത് റിജക്ട് ചെയ്യും. The technique of sampling inspection and the decision making is called acceptance sampling. ഇത്തരത്തിലുള്ള എന്താണ് സാമ്പിളിംഗ് ഇൻസ്പെക്ഷനെയും ഡിസിഷൻ മേക്കിങ്ങിനെയാണ് നമ്മൾ acceptance sampling എന്ന് പറയുന്നത്. Statistical quality control is the statistical method of arriving at an estimate of the quality of a lot on the basis of sampling drawn from it. Its thrust is in two major spheres: process control and acceptance sampling. Only the first is dealt with within this book. Control charts are prominent in process control and sampling techniques are essential in acceptance sampling. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രോസസ് കൺട്രോൾ ആണ്. ഈ പ്രോസസ് കൺട്രോൾ നമ്മൾ നടത്തുന്നത് പലതരം ചാർട്ടുകൾ യൂസ് ചെയ്തിട്ടാണ്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് വേരിയബിൾസും ആട്രിബ്യൂട്ട്സ് എന്താന്ന് നോക്കാം. വേരിയബിൾസ് എന്താണ്, ആട്രിബ്യൂട്ട്സ് എന്താണ്? വേരിയബിൾ എന്താ, ആട്രിബ്യൂട്ട്സ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? വേരിയബിൾസ് ആർ ദോസ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഐറ്റം വിച്ച് ആർ മെഷറബിൾ ടു എനി എക്സ്റ്റെന്റ് ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ റെസ്പെക്റ്റീവ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവണം കറസ്പോണ്ടിങ്. നമ്മൾ എന്താണോ ക്യാരക്ടറിസ്റ്റിക് എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവണം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ആർ ദോസ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ item which are measurable to any extent and can be expressed in their respective unit of measurement. ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു ടേബിൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടാവും, ഒരു പിന്നെ ലെങ്ത് ഉണ്ടാവും അല്ലെ, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു ഡയമെൻഷൻ എല്ലാം എന്താണ് അതിനൊരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ട്. അപ്പൊ അതൊരു വേരിയബിൾ ആണ്. ആ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. The examples for this are diameters of knobs, hardness in Rockwell units, operating temperature in degrees, Fahrenheit or Celsius, tensile strength of metal bars, time in seconds of a blow of a fuse, life of an electric bulb in hours, and in particular the dimension of any measurable object. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു മെഷർമെന്റ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, അതിനൊരു യൂണിറ്റും ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അടുത്ത ആട്രിബ്യൂട്ട്സ്. Attributes are the characteristics of products which are not amenable to measurement. മെഷർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. Such characteristics can be identified by the presence or absence of them. This applies to many things that may be judged by visual examination. അതിന് എക്സാമ്പിൾ ആണ് ബോഡി അലൈൻമെന്റ് ഓഫ് വെഹിക്കിൾസ്, spot in enamel platings, blemishes in piece of clothes, cracks in glass cover of a pressure gauge, the surface finish of a piece of furniture or car either presents a satisfactory appearance or not. അപ്പൊ ഇതൊക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ ക്ലോത്ത്സിലൊക്കെ വീഴുന്ന എന്താണ് കറ, അതിനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു ഡിഫക്റ്റീവ് ആണെങ്കിലും അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ആണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഈ കൺട്രോൾ ചാർട്ടുകളാണ്. ഇപ്പൊ നമ്മൾ എടുത്തതിൽ നിന്നും നമുക്ക് ഒന്ന് ചോദിക്കാം, എന്താണ് SQC എന്ന് ചോദിക്കാം, എന്താണ് ആക്സെപ്റ്റൻസ് സാമ്പിൾ എന്ന് ചോദിക്കാം, അസൈനബിൾ കോസ് എന്താണെന്ന് ചോദിക്കും, ചാൻസ് കോസ് എന്താണെന്ന് ചോദിക്കും, പിന്നെ വേരിയബിൾ ആട്രിബ്യൂട്ട്സ്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ മാത്രമേ നമ്മൾ ഇതുവരെ എടുത്തതിൽ ചോദിക്കൂ. അപ്പൊ നിങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ ചാർട്ടുകളാണ്, കൺട്രോൾ ചാർട്ടുകൾ. എങ്ങനെ ഒരു ഡേറ്റ് തന്നാൽ കൺട്രോൾ ചാർട്ട് വരയ്ക്കാം, നമുക്ക് കൺട്രോൾ ചാർട്ട് വരച്ചുകൊണ്ട് എങ്ങനെ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാം എന്നൊക്കെയാണ് പഠിക്കുന്നത്. ഇതാണ് മെയിൻ, ഇനി അങ്ങോട്ടുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. കൺട്രോൾ ചാർട്ട്. Dr. Walter A. Short propounded a technique for finding out whether a manufacturing process is governed by chance cause of variation alone and so is under statistical control, or is affected by assignable cause of variation also and so needs setting right. For that purpose he used charts called control chart. So Short, നമ്മൾ ഈ കൺട്രോൾ ചാർട്ടിനെ മൊത്തത്തിൽ ഷുവർട്ട് ചാർട്ട് എന്ന് പറയാം. കൺട്രോൾ ചാർട്ടിന് പേരുണ്ട്, ഷുവർട്ട് ചാർട്ടിന് പേരുണ്ട്.
അപ്പം അത് അയാള് ആ ഒരു പിന്നെ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അതിനങ്ങനെ പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതില് നമ്മൾ ചാൻസ് കോസസ് ആണ് നമ്മൾ പറഞ്ഞു. ചാൻസ് കോസസ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അത് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് കോസ് എന്തായാലും ഉണ്ടാകുന്നു. അപ്പം ചാൻസ് കോസസ് ആർ ഓൾവേസ് ദർ. അന്ന് ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അസൈനബിൾ കോസസ് എന്തെങ്കിലും നമ്മുടെ പ്രോസസ്സിൽ എന്താണ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ചാൻസ് കോസസ് ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ട്, അത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചാൻസ് കോസസ് നമുക്ക് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചാൻസ് കോസസ് ഉണ്ട്. ഈ ചാൻസ് കോസസ് കൂടാണ്ട് നമ്മുടെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള അസൈനബിൾ കോസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് എന്താണ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. Control chart consists of 3 horizontal lines besides the usual axis. ഇപ്പൊ കൺട്രോൾ ചാർട്ട് മെയിൻ ആയിട്ട് 3 ലൈൻസ് ആണ്. ഒന്ന് സെൻട്രൽ ലൈൻ, ഒന്ന് അപ്പർ കൺട്രോൾ ലിമിറ്റ്, ഒന്ന് ലോവർ കൺട്രോൾ ലിമിറ്റ്. അപ്പം ചാർട്ട് എന്ന് പറഞ്ഞ പോലെ ഇത് XY പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കുക. അതിനൊരു സെൻട്രൽ ലൈൻ ഉണ്ടാവും, പിന്നെ ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റും ഒരു ലോവർ കൺട്രോൾ ലിമിറ്റും ഉണ്ടാവും. സെൻട്രൽ ലൈൻ. The central line is generally drawn at the mean of the observations. ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ് തരികയാണെങ്കിൽ ആ ഡേറ്റയുടെ മീൻ കണ്ടുപിടിച്ചൂടെ? x1, x2, എക്സെട്ര x എന്ന് പറഞ്ഞാൽ x ബാർ കണ്ടുപിടിക്കുക അല്ലെ? ആ x ബാർ ആയിരിക്കും ഈ സെൻട്രൽ ലൈൻ. പിന്നെ അപ്പൊ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്തായിരിക്കും? അപ്പർ കൺട്രോൾ ലിമിറ്റ് UCL എന്നാണ് പറയുന്നത്. The upper control limit is at 3 sigma distance above the mean. ഈ മീനിൽ നിന്നും 3 sigma ഡിസ്റ്റൻസ് എബോവ് ആണെങ്കിൽ, മുകളിലോട്ടുള്ളത് ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, എബോവ് ആണെങ്കിൽ അതിന് അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയും. നമ്മൾ x ബാർ പ്ലസ് 3 സിഗ്മ എടുക്കും, എന്നിട്ട് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കും. അതിനെയാണ് നമ്മൾ UCL അല്ലെങ്കിൽ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോവർ കൺട്രോൾ ലിമിറ്റ് എന്താണ്? ഈ സെൻട്രൽ ലൈനിൽ നിന്നും നമ്മൾ 3 സിഗ്മ താഴോട്ട് എടുക്കും, എന്നിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കും. അതിനെ ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയും. The lower control limit is either at 3 sigma distance below the mean or the x-axis when it is to be below the x-axis. നമ്മളിപ്പം സെൻട്രൽ ലൈൻ ഇപ്പൊ സെൻട്രൽ ലൈൻ എനിക്ക് 1 കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്തുകൊണ്ട് വരച്ചു, ആ സെൻട്രൽ ലൈൻ വരച്ചു. അപ്പൊ ഞാൻ 3 സിഗ്മ ബിലോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് പാർട്ടിലോട്ട് പോകും, 0നേക്കാളും കടന്ന് -1 -2 എത്തും. പക്ഷെ നമ്മൾ നെഗറ്റീവ് പാർട്ട് എപ്പോഴും കൺസിഡർ ചെയ്യില്ല. നമ്മളപ്പോ എന്ത് ചെയ്യും? x-ആക്സിസ് LCL ആയിട്ട് എടുക്കും. അപ്പം LCL നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ 3 സിഗ്മ LCL ആയിട്ട് എടുക്കും. പക്ഷെ 0നേക്കാളും താഴെ പോവുകയാണെങ്കിൽ, x-ആക്സിനേക്കാളും താഴ്ന്നിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ x-ആക്സിസ് തന്നെ LCL ആയിട്ട് എടുക്കും. അപ്പൊ ഇതുപോലെയാണ് ഉണ്ടാവുക ഏകദേശം മോഡൽ ഓഫ് എ കൺട്രോൾ ചാർട്ട്. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. A chart is drawn for one statistical measure of observation. If the measures follow normal probability distribution, 99.73 of the observations are expected to lie within the control limit. ഇപ്പൊ നമ്മൾ ഒബ്സർവേഷൻ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്സർവേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ഈ LCLന്റെ UCLന്റെ ഇടയിലായിരിക്കും ആ പോയിന്റ് ഒക്കെ വന്ന് വീഴുക. നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ 99.73% ഓഫ് പോയിന്റ്സ് ഈ അപ്പർ കൺട്രോൾ ലിമിറ്റിന്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിന്റെ ഇടയിലായിരിക്കും. Otherwise, 8/9 of the observations are expected to lie in those control limits. Hence, in either case, the control chart protect against both the types of errors, not noticing the trouble when there is and looking for trouble when there is not. At a time, a few units, say n, are chosen. Those units form one subgroup. On the basis of all subgroup of a sample, the chart is drawn with a central line and the control limit. Subgroup or sample numbers are represented in x-axis and the measures of subgroups of observations are represented in the y-axis. For each subgroup or sample, one point is plotted. The chart contains the point of all the subgroups. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഒബ്സർവേഷൻ സെറ്റ് തന്നിട്ടുണ്ടാവും. നമ്മൾ സെൻട്രൽ x ബാർ കണ്ടുപിടിക്കും, അതിനെ സെൻട്രൽ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യും. x ബാർ പ്ലസ് 3 സിഗ്മയും x ബാർ മൈനസ് 3 സിഗ്മയും നോട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഓരോ പോയിന്റും മാർക്ക് ചെയ്യും.
If any point lies in the region outside control limits, called out of control region. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് UCLന്റെ മുകളിലോ അല്ലെങ്കിൽ LCLന്റെ താഴെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഔട്ട് ഓഫ് കൺട്രോൾ പ്രോസസ് എന്ന് പറയും. എന്നുവെച്ചാൽ പ്രോസസ്സ് കൺട്രോളിലല്ല, ഇവിടെ എന്താണ് ഡിഫക്റ്റീവ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് UCLന്റെ പുറത്തോ LCLന്റെ താഴെയോ ആണ് ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയും ഔട്ട് ഓഫ് കൺട്രോൾ പ്രോസസ് എന്ന് പറയും. Standards known. Sometimes the nature of the process may be known from the past. On that basis, the control limits can be found out and the present sample need be considered. When the past standards are not known, the control limits are found on the basis of the sample under consideration. All the charts in the following pages are of this kind. അപ്പം നമുക്കറിയാം, നമുക്ക് ഇപ്പം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലാണെങ്കിൽ നമുക്ക് പാസ്റ്റ് ഇതുപോലെ ഒരു നമ്മൾ മുന്നേ ഇയറിലൊക്കെ എടുത്തിട്ടുള്ള കൺട്രോൾ ചാർട്ട് ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് പിന്നീടുള്ള കൺട്രോൾ ചാർട്ട് നമുക്ക് അന്ന് ആ ഒരു സ്റ്റഡി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഈ കൺട്രോൾ പ്രോസസ്സ് കൺട്രോളിലാണെന്ന്. അതുപോലെ പാസ്റ്റിലെ കൺട്രോൾ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസന്റിലെ കൺട്രോൾ ചാർട്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്താം. അതുപോലെ റിവൈസ്ഡ് കൺട്രോൾ ലിമിറ്റ്സ്. From a sample under consideration, those items which fall in the out of control region are deleted. Then the control limits are found again. Those control limits are the revised control limits. So ഇതുപോലെ നമ്മൾ കൺട്രോൾ ചാർട്ട് വരച്ചു, സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു, UCLും LCLും മാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തു. അപ്പൊ ഏതോ ഒരു പോയിന്റ് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ റീജിയനിൽ വന്നു, ഒന്നെങ്കിൽ UCLന്റെ മുകളിലോ അല്ലെങ്കിൽ LCLന്റെ താഴെ വന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഒരു പോയിന്റ് ഔട്ട്സൈഡ് വന്നു, എങ്ങനെയാണ് ഇനി ഈ പ്രോസസ്സിനെ കൺട്രോളിലാക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏത് പോയിന്റ് ആണോ ഔട്ട്സൈഡ് വന്നത് ആ പോയിന്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെൻട്രൽ ലൈനും UCLും LCLും കണ്ടുപിടിക്കുക. അപ്പൊ എന്നിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ലിമിറ്റ്സ് റിവൈസ് ചെയ്തു അല്ലെ, ലിമിറ്റ്സ് വീണ്ടും ആ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ മാറ്റിയത്. ഇനിയാണ് റിവൈസ്ഡ് കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയാം. ഇനി അടുത്തത് പലതരത്തിലുള്ള കൺട്രോൾ ചാർട്ട് ഉണ്ട്. അത് ഇനി ഓരോ കൺട്രോൾ ചാർട്ട് നമുക്ക് ഏതാന്ന് നോക്കാം. Types of control chart. There are two types of control chart. Control chart for variables and control chart for attributes. നമ്മൾ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു, ആട്രിബ്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടിനും രണ്ട് തരത്തിലുള്ള കൺട്രോൾ ചാർട്ട് ആണുള്ളത്. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് ആണ്. As we have defined earlier, variables are the quality characteristics of manufactured products which are measurable. It can be expressed in their respective unit of measurement. For example, the diameter of wire, tensile strength of steel rods, breaking strength of yarn, life of electric bulbs, pitch diameter of screws, capacity of tins and cans, etc. Represent variables. അപ്പോൾ വേരിയബിൾ എന്താണെന്ന് നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. These type of variables are continuous in nature and they follow the normal distribution. എന്നാൽ വേരിയബിൾ എന്ന് പറയുന്ന പൊതുവെ ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കും, കണ്ടിന്യൂസ് ഇതായിരിക്കും. അത് ഫോളോ ചെയ്യുന്ന മിക്കവാറും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഫോർ ദിസ് പർപ്പസ് വി യൂസ് ടു ചാർട്ട്. അപ്പൊ നമ്മൾ വേരിയബിൾ ചാർട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉള്ളത്, എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ചാർട്ട് ഉണ്ട്. ഒന്ന് കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസും ഉണ്ട്, കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് ആണ്. അപ്പൊ ഈ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസിൽ രണ്ട് ടൈപ്പ് ചാർട്ട് ഉണ്ട്, എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും. ഇനി അതെന്താണെന്ന് നോക്കാം. ആദ്യത് കൺട്രോൾ ചാർട്ട് ഫോർ, പിന്നുള്ള രണ്ടാമത്തത് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് അത് നമ്മൾ അവിടെ പറഞ്ഞു. ഇനി നമുക്ക് ചാപ്റ്റർ 2 കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് മാത്രമാണ് പറയുന്നത്. These charts may be applied to any quality characteristics that is measurable. മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതൊരു ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ചാർട്ട് യൂസ് ചെയ്യാം. Many quality characteristics of a product are measurable and can be expressed in specific units of measurement such as diameter of a screw, weight of soaps, tensile strength of steel pipe. ഇങ്ങനെയുള്ള മെഷർ ചെയ്യാൻ പറ്റിയ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എക്സ് ബാർ ചാർട്ട് യൂസ് ചെയ്യാം. Usually എക്സ് ബാർ ആൻഡ് ആർ ചാർട്ട് are employed for this purpose. വേരിയബിൾ ചാർട്ടിൽ മെയിൻലി എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും ആണ് ഉള്ളത്. അല്ല നമുക്ക് ആദ്യത്തെ എക്സ് ബാർ ചാർട്ട് നോക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ചാർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് ബാർ ചാർട്ട് എന്ന് പറയും. No production process is perfect enough to produce all the items exactly alike.
ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല. Some amount of variation is always expected in any production scheme. എന്തെങ്കിലും വേരിയേഷൻസ് എപ്പോഴും occur ചെയ്യും. These variations may be due to chance causes and or assignable causes. The XBAR chart is prepared to show the fluctuation of the means of samples. The steps involved in the construction of XBAR chart are the following. XBAR chart എന്ന് പറയുന്നത് മീനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ് മെഷർ ചെയ്യുന്നത്. പ്രോഡക്റ്റിന്റെ മീനിൽ ഉണ്ടാവുന്ന വേരിയേഷനിലാണ് മെഷർ ചെയ്യുന്നത്. The steps involved in the construction of XBAR chart are the following. അപ്പോൾ എങ്ങനെയാണ് XBAR chart ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുള്ള സ്റ്റെപ്സ് ആണ്. Procedure for the construction. അത് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, compute the mean of each sample, say x1 bar, x2 bar, etc. xk bar, where k denote the number of samples. നമുക്ക് k samples ഉണ്ട്. നമുക്ക് k samples ഉണ്ടെങ്കിൽ ഓരോ സാമ്പിളിന്റെയും മീനുകൾ കണ്ടുപിടിക്കാം. ഓരോ സാമ്പിളിന്റെയും മീൻ കണ്ടുപിടിക്കാം. നമുക്കിപ്പോ ഒരു k സാമ്പിൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ സാമ്പിളിന്റെ മീൻ കണ്ടുപിടിക്കാം, x1 ബാർ രണ്ടാമത്തെ സാമ്പിളിന്റെ മീൻ കണ്ടുപിടിക്കാം, x2 ബാർ, അങ്ങനെ k സാമ്പിളിന്റെയും മീൻ കണ്ടുപിടിക്കാം. അതാണ് x1 ബാർ, x2 ബാർ, xk ബാർ. രണ്ടാമത്തെ എന്താണ്, കമ്പ്യൂട്ട് x ഡബിൾ ബാർ. നമുക്ക് ആ x ഡബിൾ ബാർ എന്നുള്ള ഒന്നെങ്കിൽ മുകളിൽ എഴുതാം അല്ലെങ്കിൽ താഴെ എഴുതാം, രണ്ടായാലും കുഴപ്പമില്ല. ഇവിടെ താഴെയാണ് എഴുതിയിരിക്കുന്നത്, മുകളിൽ എഴുതിയാലും കുഴപ്പമില്ല. x ഡബിൾ ബാർ എന്നുള്ളത്, ഈ x ഡബിൾ ബാർ എന്താണ്, x1 bar plus x2 bar plus etc. xk bar by k. അതാണ് നമ്മളുടെ x ഡബിൾ ബാർ. മൂന്നാമത്തെ എന്താണ്, ചൂസ് ദ സെൻട്രൽ ലൈൻ ആസ് x ഡബിൾ ബാർ. ഈ x ഡബിൾ ബാർ ആണ് നമ്മുടെ സെൻട്രൽ ലൈൻ. നാലാമത്തെ എന്താണ്, ഫിക്സ് ദ UCL ആൻഡ് LCL യൂസിങ് എനി ഓഫ് ദ അപ്രോപ്രിയേറ്റ് ഫോർമുല. അപ്പൊ നമ്മുടെ UCL എന്ന് പറയുന്നത് UCL ഈക്വൽ ടു മ്യൂ ഡാഷ് പ്ലസ് a സിഗ്മ ഡാഷ്, LCL എന്ന് പറയുന്നത് മ്യൂ ഡാഷ് മൈനസ് a സിഗ്മ ഡാഷ്. a എന്താന്ന് പറയാം. This is used when the standards u and sigma are unknown. മ്യൂവും സിഗ്മയും അൺനോൺ ആയ കേസിൽ യൂസ് ചെയ്യേണ്ട UCL-ഉം LCL-ഉം ആണ് ഇത്. നമുക്ക് മ്യൂവും തന്നിട്ടില്ല, സിഗ്മയും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട UCL ആണെന്ത്, മ്യൂ ഡാഷ് പ്ലസ് a സിഗ്മ ഡാഷ്. LCL എന്ന് പറയുന്നത് മ്യൂ ഡാഷ് മൈനസ് a സിഗ്മ ഡാഷ്. അവിടെ a എന്ന് പറയുന്നത് 3/√n ആണ് കേട്ടോ. a എന്ന് പറയുന്നത് 3/√n ആണ്. എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഓരോ സാമ്പിളിലെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും, അത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ടാബുലേറ്റഡ് ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് n ഫ്രം 2 to 5. അത് നമുക്ക് നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഉണ്ടാവും. ഈ ടേബിള് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഉണ്ടാവും. ഓരോ n-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള a വാല്യൂ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ടേബിൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിണ്ടാവും. അതുപോലെ രണ്ടാമത്തെ UCL-ഉം LCL-ഉം ആണ്. This is used when standards are not given. നമ്മൾ നേരത്തെ പറഞ്ഞത് മ്യൂ സിഗ്മ നോൺ ആവുന്ന കേസായിരുന്നു. ഇവിടെ മ്യൂ സിഗ്മ നോൺ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട UCL-ഉം LCL-ഉം ആണ് കൊടുത്തേക്കുന്നത്. UCL ഈക്വൽ ടു x ഡബിൾ ബാർ പ്ലസ് a ടു r ബാർ. അതുപോലെ LCL ഈക്വൽ ടു x ഡബിൾ ബാർ മൈനസ് a ടു r ബാർ. ഈ r ബാർ എന്ന് പറയുന്നത് റേഞ്ച് ആണ്. റേഞ്ചിന്റെ എന്താണ്, മീൻ ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോഴേ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് പറയാം. ഈ പറഞ്ഞേക്കുന്ന ആദ്യം പറഞ്ഞ UCL-ഉം LCL-ഉം, UCL പറഞ്ഞാൽ മ്യൂ ഡാഷ് പ്ലസ് a സിഗ്മ ഡാഷും, LCL മ്യൂ ഡാഷ് മൈനസ് a സിഗ്മ ഡാഷും, മ്യൂവും സിഗ്മയും ഗിവൺ ആണെങ്കിൽ ഉള്ള എന്താണ് UCL-ഉം LCL-ഉം ആണ്. അവിടെയുള്ള a എന്ന് പറയുന്നത് 3/√n ആണ്. അതുപോലെ ഇവിടെ എന്താണ്, മ്യൂവും സിഗ്മയും അല്ലെങ്കിൽ മ്യൂ സിഗ്മയും ഗിവൺ അല്ലെങ്കിൽ ഉള്ള UCL-ഉം LCL-ഉം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. UCL എന്ന് പറയുന്നത് x ഡബിൾ ബാർ പ്ലസ് a ടു r ബാർ, LCL x ഡബിൾ ബാർ മൈനസ് a ടു r ബാർ. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് ആണ്. റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സെറ്റിലെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം, മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. അതുപോലെ എല്ലാ സാമ്പിളിന്റെ കേസിലെ റേഞ്ച് കണ്ടുപിടിക്കുക, ആ റേഞ്ചിന്റെ മീൻ എടുക്കുക, r ബാർ. A2 can be obtained from table for different values of n from 2 to 25. അതുപോലെ A2ന്റെ വാല്യൂ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലുണ്ട്. പിന്നെ UCL ഈക്വൽ ടു x ഡബിൾ ബാർ പ്ലസ് a1 s ബാർ, LCL x double bar minus a1 s dash. This is also used when the standards are not given. A1 is tabulated for different values of n from 2 to 25. ഇത് നമുക്ക് മ്യൂവും സിഗ്മയും തന്നിട്ടില്ലെങ്കിൽ ഇതും യൂസ് ചെയ്യാം, മുകളിലത്തെ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ റേഞ്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്താണ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാം. After fixing LCL, CL and UCL, the sample means are plotted on the chart. ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ
നമ്മുടെ ഗ്രാഫിൽ മാർക്ക് ചെയ്യും, എന്നിട്ട് ലൈൻ കൺസ്ട്രക്ട് ചെയ്യും. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 1 നോക്കാം. The following are the values of mean, x bar and range r for 20 subgroups of 5 readings each taken from an inspection. അപ്പൊ ഇവിടെ എക്സ് ബാറിന്റെ ആറിന്റെ വാല്യൂ ആണ്. എക്സ് ബാറും ആറും തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 20 സാമ്പിൾ എടുത്തു. ആ 20 ഓരോ സാമ്പിളിന്റെയും മീൻ തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ സാമ്പിളിന്റെയും റേഞ്ചും തന്നിട്ടുണ്ട്. ഒരു സാമ്പിളില് 5 പേരുണ്ടാവുക. ഒരു 5 സെറ്റ് അടങ്ങിയ ഓരോ 20 സാമ്പിൾ എടുത്തു. ഫസ്റ്റ് സാമ്പിളില് 5 പേര്, സെക്കൻഡ് സാമ്പിളിൽ 5, തേർഡ് സാമ്പിളിൽ 5, അങ്ങനത്തെ 20 സാമ്പിൾ എടുത്തു. അതിന്റെ ഓരോ സാമ്പിളിന്റെയും മീനും റേഞ്ചും തന്നിട്ടുണ്ട്. എക്സ് ബാറും ആറും തന്നിട്ടുണ്ട്. ഡ്രോ ദ എക്സ് ബാർ ആൻഡ് എക്സ് ബാർ. നമ്മൾ ആർ ചാർട്ട് പറഞ്ഞില്ല, നമുക്ക് എക്സ് ബാർ ചാർട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് മ്യൂവും സിഗ്മയും ഒന്നും തന്നിട്ടില്ല കേട്ടോ. മ്യൂവും സിഗ്മയും തന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. മ്യൂവും സിഗ്മയും തരാത്തതുകൊണ്ട് UCLയും LCLയും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടുള്ള എസ് അല്ല തന്നേക്കുന്നത്, പകരം ആറാണ് തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗിവൺ ആയിട്ടുള്ള ഏതൊക്കെയാണ് അത് വെച്ചിട്ട് നിങ്ങൾ UCLയും LCLയും കണ്ടുപിടിക്കുക. ഈ 3 ഇക്വേഷനിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഗിവൺ കണ്ടീഷൻസ് ഏതൊക്കെയാ നോക്കുക. എന്നിട്ടുണ്ട് ഇവിടെ എക്സ് ബാറും ആറും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ബിയിൽ കൊടുത്തേക്കുന്ന UCLയും LCLയും ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് വെച്ചിട്ടുള്ള എന്ത് വരയ്ക്കണം? കൺട്രോൾ ചാർട്ട് വരയ്ക്കണം. അപ്പൊ അവിടെ എന്താണ്? A2 ആണല്ലേ, A2. അപ്പൊ അവിടുത്തെ UCLയും, അപ്പൊ നമുക്ക് ആദ്യം എക്സ് ബാർ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എക്സ് ഡബിൾ ബാർ കണ്ടുപിടിക്കണം. എക്സ് ഡബിൾ ബാർ എന്താണ്? സമ്മേഷൻ എക്സ് ബാർ ബൈ n. അപ്പം ഈ എല്ലാ എക്സ് ബാറുകളും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. അപ്പൊ എക്സ് ഡബിൾ ബാർ 1.73 കിട്ടും. ആർ ബാർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ എല്ലാ ആറും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 20, 0.24 കിട്ടും. ഫ്രം ദ കൺട്രോൾ ചാർട്ട് ഫോർ എ സാമ്പിൾ ഓഫ് സൈസ്. ഓരോ സാമ്പിൾ സൈസ് വെച്ചിട്ടാട്ടോ, നമ്പർ ഓഫ് സാമ്പിൾ അല്ല കേട്ടോ, ഇവിടെ തന്നെ സാമ്പിൾ സൈസ് ആണ്. ഓരോ സാമ്പിളിലെ സൈസ്. ഇവിടെ ഓരോ സാമ്പിളിന്റെയും സൈസ് എത്രയാണ്? 5 ആണ്. അപ്പം n 5 ആണ്. അപ്പം n 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A2 കണ്ടുപിടിക്കാം. നിങ്ങൾ ബാക്കി ഈ D3 ഉം D4 ഒന്നും നോക്കണ്ട. അത് ആർ ചാർട്ടിനുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ മീൻ ചാർട്ടാണ് ഇപ്പൊ പഠിച്ചത്. അപ്പൊ നമ്മൾ സൈസ് 5നുള്ള A2ന്റെ വാല്യൂ നമുക്ക് ആ ചാർട്ടിൽ ഉണ്ടാവും. അത് പറയുന്നത് 0.57 ആണ്. അപ്പൊ കൺട്രോൾ ലിമിറ്റ് ഫോർ എക്സ് ബാർ ചാർട്ട് എന്താണ്? UCL എക്സ് ഡബിൾ ബാർ പ്ലസ് A2 ആർ ബാർ. എക്സ് ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ 1.73 പ്ലസ് A2 എന്താണ്? 0.57 ഇൻറ്റു ആർ ബാർ 0.24. ചെയ്തു വരുമ്പോൾ UCL കിട്ടുന്നത് 1.88 ആണ്. പിന്നെ LCL ആണ്, അത് നിങ്ങൾ അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. LCL എക്സ് ബാർ ബാർ മൈനസ് A2 ആർ ബാർ. അത് കൊടുക്കുമ്പം LCL 1.6 കിട്ടും. CL സെൻട്രൽ ലൈൻ എക്സ് ബാർ ബാർ എന്ന് പറഞ്ഞാൽ 1.7. അപ്പം നമുക്ക് LCLയും UCLയും ഒക്കെ കിട്ടി. ഇത് വെച്ചിട്ട് വരച്ച ഗ്രാഫാണ്. ആദ്യത്തെ മുകളിലത്തെ ഗ്രാഫാണ് എക്സ് ബാറിൻ്റെത്. എക്സ് ബാർ 1.7 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ലൈൻ വരച്ചു. CL 1.74. അതുപോലെ UCL എന്തായിരുന്നു? UCL 1.88 ആയിരുന്നു. അപ്പൊ UCL 1.88 മാർക്ക് ചെയ്തു, വരച്ചു UCL. അതുപോലെ LCL എന്ന് പറയുന്നത് 1.6. ആ 1.6 മാർക്ക് ചെയ്തു. ഇതാണ് എക്സ് ബാർ ചാർട്ട്. ഈ മോളിൽ. അപ്പൊ നിങ്ങളോട് എക്സ് ബാർ ചാർട്ട് ഒരു ഡേറ്റ് തന്നിട്ട് എക്സ് ബാർ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള ഏതാ നോക്കുക. എനിക്ക് മ്യൂവും ഗിവണും ആണ് തന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ UCLയും LCLയും എന്ന് കൊടുത്തിട്ടുള്ള ആ UCLയും LCLയും ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എക്സ് ബാറും ആറും ആണ് തന്നെങ്കിൽ എക്സ് ബാറും റേഞ്ചും തന്നേക്കുന്നെങ്കിൽ ഇതുപോലെ വരയ്ക്കണം. ഈ A2 കണ്ടുപിടിച്ചിട്ട് വരയ്ക്കണം. അതുപോലെ ഇനിയിപ്പം നിങ്ങൾക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ആണ് തന്നേക്കുന്നതെങ്കിൽ ഈ മൂന്നാമത്തെ ഇതെടുക്കുക. LCL എക്സ് ബാർ ബാർ പ്ലസ് A1 എസ് ബാറും LCL ഈക്വൽ ടു എക്സ് ബാർ ബാർ മൈനസ് A1 എസ് ബാറും. ഈ A2, A1, A ഒക്കെ കണ്ടുപിടിക്കുന്നത് സാമ്പിൾ സൈസ് വെച്ചിട്ടാണ്. അവിടെ n എന്ന് പറയുന്നത് സാമ്പിളിന്റെ സൈസ് ആണ്, അല്ലാതെ നമ്പർ ഓഫ് സാമ്പിൾ അല്ല, സാമ്പിൾ സൈസ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് ആർ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ആർ ചാർട്ട് ഈസ് ഓൾസോ ഡ്രോൺ ഫോർ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഹാർഡ്നെസ്, ബ്രെഡ്ത്ത്, തിക്നെസ് എക്സെട്ര. ഇറ്റ് ഷോസ് വേരിയബിലിറ്റി വിത്തിൻ ദ പ്രോസസ്. ദ ആർ ചാർട്ട് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പം ആർ ചാർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിന് ഉള്ള ചാർട്ടാണ്.
എന്നുവെച്ചാൽ അതെന്ന് പറയുന്നത് ഒബ്സർവേഷന്റെ ഉള്ളിലുള്ള വേരിയേഷൻസിനെ മെഷർ ചെയ്യും. ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റേഞ്ച് ആർ ഫോർ ഈച്ച് സാമ്പിൾ. റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. റേഞ്ച് എങ്ങനെ, ഒരു സാമ്പിളിലെ റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്താണ്, ഹയസ്റ്റ് ഒബ്സർവേഷൻ മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷൻ, അതാണ് റേഞ്ച്. കമ്പ്യൂട്ട് ആർ ബാർ, അങ്ങനെ നമ്മൾ ഓരോ സാമ്പിളിന്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ റേഞ്ചിന്റെ മീൻ എടുക്കുക, ആർ ബാർ. സെറ്റ് ദ കൺട്രോൾ ലിമിറ്റ്സ് ആസ് ഫോളോസ്. വെൻ സ്റ്റാൻഡേർഡ്സ് ആർ ഗിവൺ, നമുക്ക് സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ CL എന്ന് പറയുന്നത് D2 സിഗ്മ ആണ്, UCL മറ്റേ സ്മോൾ D2 ആണ്, UCL ക്യാപിറ്റൽ D2 സിഗ്മ, LCL D1 സിഗ്മയാണ്. വെൻ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ഗിവൺ, സ്റ്റാൻഡേർഡ്സും തന്നിട്ടില്ലെങ്കിൽ CL എന്ന് പറയുന്നത് ആർ ബാർ, UCL D4 ആർ ബാർ, LCL D3 ആർ ബാർ. അപ്പൊ നിങ്ങൾ ഇത് ഈ D2 D1 ഇതൊക്കെ എവിടെയാന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് സാമ്പിൾ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഉണ്ടാവും. The values D2, D1, D2, D3 and D4 are obtained from the table. പിന്നെ അത് 3 സിഗ്മ കൺട്രോൾ ലിമിറ്റ് ഫോർ ആർ ചാർട്ട്. 3 സിഗ്മ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ സെൻട്രൽ ലൈൻ 6, UCL ആർ ബാർ പ്ലസ് 3 സിഗ്മ, LCL ആർ ബാർ മൈനസ് 3 സിഗ്മ. അപ്പം നമ്മൾ ഈ സെയിം എക്സാമ്പിളിൽ ആർ ചാർട്ട് എങ്ങനെ നോക്കാം. ഇവിടെ ആറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ലിമിറ്റ്സ് ഇവിടെ നമുക്ക് എന്താണ്, സിഗ്മ തന്നിട്ടില്ല, അപ്പൊ ഏതാ യൂസ് ചെയ്യാം? ബി ആണ് യൂസ് ചെയ്യുക. CL 6 ആയിരിക്കും, UCL D4 6 ആയിരിക്കും, LCL D3 6 ആയിരിക്കും. അപ്പം ആർ ബാർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 0.24 ആണ്. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ലിമിറ്റ്സ് ഫോർ ആർ ചാർട്ട് UCL D4 6, സാമ്പിൾ സൈസ് 5 ആണ്, 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള D4 ക്യാപിറ്റൽ D4 കണ്ടുപിടിക്കുക. അതെന്താണ് 2115 ആണ്. അപ്പൊ നമുക്ക് UCL 0.52 കിട്ടും, LCL 0 കിട്ടും. എന്നിട്ട് നമ്മൾ ആ ചാർട്ട് വരച്ചാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. അതാണ് ആർ ചാർട്ട്. സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് 0.24 CL, UCL 0.52, LCL 0. ഇതാണ് ഇത്. നിങ്ങളിത് മാർക്ക് ചെയ്യണം കേട്ടോ. ലൈൻ വരച്ചാൽ മാത്രം പോരാ. ഇവിടെ എത്രയുണ്ട്? പിന്നെ 20 സാമ്പിൾ അല്ലേ. ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന സാമ്പിൾ നമ്പർ ആണ്, Y ആക്സിസ് സാമ്പിൾ മീൻ ആണ്. ആർ ചാർട്ടിലാണെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ സാമ്പിൾ നമ്പർ ആണ്, Y ആക്സിൽ സാമ്പിൾ റേഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര സാമ്പിൾ ഉണ്ട്? 20 സാമ്പിൾ ഉണ്ട്. ഈ 20 സാമ്പിളിന്റെയും സാമ്പിൾ മീൻ തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ സാമ്പിളിന്റെ മീൻ എന്താണ്? ഒന്നാമത്തെ സാമ്പിളിന്റെ മീന് 1.85 ആണ്. അപ്പൊ നിങ്ങൾ അത് മാർക്ക് ചെയ്യണം. ഒന്നാമത്തെ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.85 മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് മീൻ എന്താണ് 1.81 ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ പിന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഗ്രാഫും വരയ്ക്കണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതുപോലെ ആർ ചാർട്ടിലാണെങ്കിൽ ഓരോ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറിന്റെ വാല്യൂ നോക്കുക. അത് ആ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് ലൈൻ ജോയിൻ ചെയ്യുക. അങ്ങനെ എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും വരയ്ക്കുക.